കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ച് ചിന്തിച്ച്, ഹൃദയത്തിൽ അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് നന്ദിയോടുകൂടി മനസ്സിന്റെ ആഴത്തിൽ നിന്നും നന്ദി പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകും. ആ നന്ദി വിശ്വാസത്തിൽ നിങ്ങളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകും. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നന്ദിയോടെ നോക്കുക. അതുപോലെ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഈ വർഷം മുഴുവനും കർത്താവ് ചെയ്ത നന്മകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കി നന്ദി പറയുന്നതാണത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വർഷം മുഴുവനും നമുക്ക് നന്മ പ്രദാനം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് വന്നിരിക്കുന്ന നാം ദൈവം ചെയ്തിട്ടുള്ള നന്മകളെക്കുറിച്ച് ഓർക്കേണ്ടതാണ്. എത്രയോ ആപത്തായ ചുറ്റുപാടുകളിലും വ്യസനിച്ചു നിന്ന സമയത്തും ഭയപ്പെടുത്തുന്ന ചുറ്റുപാടിലും ദൈവം നമുക്ക് ഒരു തുണയായി നിന്നവനാണ്. നമ്മെ പരിപാലിച്ചവനാണ്. നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിച്ച് രോഗങ്ങളെ സൗഖ്യമാക്കി. അങ്ങനെ ഇത്രത്തോളം നന്മകൾ ചെയ്ത ദൈവത്തിന് നാം നന്ദി അർപ്പിക്കേണ്ടതാണ്. നന്ദി അർപ്പിക്കാം അവന്. പുതിയ വർഷത്തിലെ നന്മകൾ നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ നമ്മുടെ സഹോദരൻ മോഹൻ സി ലാസറസ് അവர்கள் നിങ്ങൾക്കായി ദൈവ സന്ദേശം നൽകി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതാണ്. തുടർന്ന് പരിപാടി കാണുക. നിങ്ങളുടെ നന്മകൾ സ്വന്തമാക്കുക. നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം. എല്ലാവരും എടുക്കൂ. സങ്കീർത്തനങ്ങൾ 103, ഒന്നാമത്തെ 2 വചനങ്ങൾ നോക്കുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വയന്തരംഗവുമേ അവന്റെ വിശുദ്ധിയെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഒന്നാമതായി കർത്താവിനെ വാഴ്ത്തുന്നത്, കർത്താവിന് സ്തോത്രം പറയുന്നത്, നന്ദി പറയുന്നത്. കാരണം ഈ വർഷം മുഴുവനും നമ്മെ വഴിനയിച്ചു വന്ന് ഇത്രത്തോളം കാത്തുകൊണ്ടുവന്നില്ലേ? അതിന് കർത്താവിന് നന്ദി പറയുന്നതാണത്. അവൻ ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ചോർത്ത് നന്ദി പറയുക. നന്ദി പറയുക എന്നാൽ വെറുതെ കണ്ണടച്ചിട്ട് സ്തോത്രം 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 നന്ദി നന്ദി എന്ന് വെറുതെ അങ്ങോട്ട് പറയുന്നതല്ല. വെറുതെ അതരങ്ങൾ കൊണ്ട് മാത്രം നന്ദി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവൻ ചെയ്ത നന്മകളെക്കുറിച്ചോർത്ത് നന്ദി വിശ്വാസത്തോടുകൂടി കർത്താവിന് നന്ദി പറയുന്നില്ലേ? അതാണ് കർത്താവ് ഏറ്റുവാങ്ങുന്നത്. കാരണം കർത്താവിന്റെ വചനത്തിൽ ഒരു സ്ഥലത്ത് കർത്താവ് പറയുന്നുണ്ട്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അധരം കൊണ്ട് സ്തുതിക്കുന്നു, പാടുന്നു, ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. ആ സ്തോത്രം ഞാൻ സ്വീകരിക്കുന്നില്ല. ആ നന്ദി ഞാൻ സ്വീകരിക്കുന്നില്ല. ആ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദിയോടുകൂടി കർത്താവിനെ സ്തുതിച്ച് താങ്ക്സ് പറയുമ്പോൾ ആ സ്തോത്രത്തെയാണ് കർത്താവ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിന്നും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയെയാണ് സ്വർഗലോകം അംഗീകരിക്കുന്നത്. വെറുതെ അതരം കൊണ്ട് പറയുന്ന താങ്ക്സും നന്ദിയും സ്തോത്രവുമൊന്നും സ്വർഗലോകത്തിലേക്ക് പോവില്ല. ദൈവം അത് കേൾക്കുകയുമില്ല, അംഗീകരിക്കുകയുമില്ല. കാരണം യഹോവ പറഞ്ഞില്ലേ, നിന്റെ ഹൃദയം എന്നെ വിട്ട് അകന്നു പോയിരിക്കുന്നു. വെറുതെ അതരം കൊണ്ട് താങ്ക്സ് പറയുകയാണ്. എന്തു പ്രയോജനമെന്ന് ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് ചെയ്ത നന്മകൾക്കായി നാം നന്ദി പറയുമ്പോൾ ഒരു നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ചൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാറില്ലേ, ഒരു നന്ദി ഉണ്ടായിരിക്കണം. അവസാന കാലത്ത് മനുഷ്യരെങ്ങനെയുണ്ടാകുമെന്നോ, നന്ദി എന്നത് ഇല്ലാത്തവരായിരിക്കും. നന്ദിയേ ഉണ്ടാവില്ല. എത്ര നന്മകൾ ലഭിച്ചാലും അവർക്കൊട്ടും നന്ദി ഉണ്ടാവില്ല. നന്ദി ഇല്ലാത്തവരായി അവസാന കാലത്ത് മനുഷ്യർ കാണപ്പെടും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിച്ചിട്ടുണ്ട് അവസാന കാലത്ത്. പക്ഷേ അത് മറ്റു ജനങ്ങളാണ്. നിങ്ങൾ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. ദൈവമക്കൾ അങ്ങനെ ആയിരിക്കരുത്, നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഈ വർഷം നമുക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതിനായി കർത്താവിന് നിങ്ങൾ നന്ദി പറയേണ്ടേ? വെറുതെ കർത്താവെ നന്ദി നന്ദി, സ്തോത്രം 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 എന്നല്ല. നിങ്ങളൊരു വ്യക്തിയോട് ചെന്ന് സാർ താങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്തിനാ താങ്ക്സ് ഒക്കെ എന്ന് തിരിച്ചു ചോദിക്കാറില്ലേ? വെറുതെ താങ്ക്സ് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? നിനക്കെന്താ വട്ടുണ്ടോ? വെറുതെ എന്തിനാ താങ്ക്സ് പറയുന്നേ? എന്തിനാ എനിക്ക് താങ്ക്സ് പറയുന്നേ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ നിങ്ങൾ താങ്ക്സ് പറയുന്നതിനൊരു അർത്ഥമുണ്ടായിരിക്കണം. അല്ല, നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്തില്ലേ, നിങ്ങൾ അന്നെന്നെ സഹായിച്ചില്ലേ, അതിന് താങ്ക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നവര് പറയും. വെൽക്കം അല്ലെങ്കിൽ നോ മെൻഷൻ, ഏയ് സാരമില്ല, എന്തെങ്കിലും ഒന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയുന്ന നന്ദി അവർ സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം. യാതൊരു കാരണവുമില്ലാതെ നമ്മൾ നന്ദി പറയാറില്ലല്ലോ, അല്ലേ? അതേപോലെ തന്നെയാണ് കർത്താവിനും.
അതിൽ സ്തുതി എന്ന് പറയുന്നത് വേറെ, താങ്ക്സ് ഗിവിംഗ് വേറെയാണ്. സ്തുതിക്കുക എന്നാൽ കർത്താവിന്റെ നാമം, അവന്റെ ശക്തി, അവന്റെ അത്ഭുതങ്ങൾ ഇവയെല്ലാം പറഞ്ഞവനെ വാഴ്ത്തുന്നതാണ്. സർവശക്തനായവനെ, മാറാത്തവനെ, അത്ഭുതമായവനെ, അതിശയമായവനെ, ആൽഫയും ഒമേഗയുമായവനെ, പരിശുദ്ധിയിൽ മഹത്വമായവനെ, ആകാശത്തെ സിംഹാസനമാക്കിയവനെ, നക്ഷത്രങ്ങളെ പേര് പറഞ്ഞു വിളിക്കുന്നവനെ, യഹോവ ഇരേ, യഹോവ നിശേ, യഹോവേ. ഇങ്ങനെ ദൈവത്തെ പുകഴ്ത്തി നമ്മളൊക്കെ പറയാറില്ലേ? അതാണ് സ്തുതി. അതായത് പ്രേസിംഗ് ദ ലോർഡ്. അവന്റെ ശക്തിയും നാമവും പറഞ്ഞ് പുകഴ്ത്തുന്നത്. നന്ദി, താങ്ക്സ് ഗിവിംഗ് എന്നുവെച്ചാൽ അവൻ ചെയ്ത നന്മകൾക്കായി അവന് നന്ദി പറയുന്നതാണ്. ഇവ രണ്ടും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. ഈ വർഷം മുഴുവനും കർത്താവ് ചെയ്ത നന്മകളെ നമ്മൾ തിരിഞ്ഞു നോക്കി നന്ദി പറയുന്നതാണത്. അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്, കർത്താവിന് നന്ദി അർപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ നന്മകളെക്കുറിച്ചോർത്ത് നന്ദി പറയേണ്ടതാണ്. വെറുതെ നന്ദി നന്ദി കർത്താവേ, താങ്ക്സ് താങ്ക്സ്, നന്ദി, അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞാൽ എന്തിനാണ് നന്ദി പറയുന്നത്? കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ചോർത്ത് ഹൃദയത്തിൽ അത് ധ്യാനിച്ച് നന്ദി വിശ്വാസത്തോടുകൂടി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും നന്ദി പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകും. അതിര് കടന്ന ആ നന്ദിയിൽ നിങ്ങളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകും. കർത്താവിങ്കലുള്ള സ്നേഹത്തിൽ നന്ദിയോടെ നോക്കുക. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതെങ്ങനെയാണ് പറയേണ്ടത്? ഇവിടെ ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലത്ത് ഈ സങ്കീർത്തനം എഴുതി എന്നാണ് വേദപണ്ഡിതർ പറയുന്നത്. കർത്താവ് വഴി നയിച്ചു കൊണ്ടുവന്ന പാതകളെക്കുറിച്ച് ധ്യാനിച്ച് അദ്ദേഹത്തിന്റെ അവസാന കാലത്താണ് ഇത് എഴുതിയത് എന്ന് പറയുന്നു. അതായത് അദ്ദേഹം ഇവിടെ കർത്താവെ അങ്ങേക്ക് നന്ദി എന്നല്ല പറഞ്ഞത്. എന്താണ് എഴുതിയിരിക്കുന്നത്? എന്റെ മനമേ യഹോവയെ വാഴ്ത്തുക. മനസ്സിനോട് പറയുകയാണ്, ഹൃദയത്തിനോട് പറയുകയാണ്. ദാവീദ് പറയുന്നു, എന്റെ മനമേ. അതരം കൊണ്ടല്ല അദ്ദേഹം കർത്താവിന് നന്ദി പറഞ്ഞത്. എന്റെ മനമേ, നീ യഹോവയെ വാഴ്ത്തുക. അവൻ നിനക്ക് എന്തുമാത്രം ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ സർവാന്തരംഗവുമേ, എന്റെ ഹൃദയം, എന്റെ മനം ദൈവത്തിന് നന്ദി പറയണം എന്ന് പറയുന്നു. വെറും അതരങ്ങൾ കൊണ്ട് മാത്രം പറയുന്നതല്ല. മനസ്സ്, ഹൃദയം നിറഞ്ഞ് മനസ്സിന്റെ ആഴത്തിൽ നിന്ന് കർത്താവിന് നന്ദി പറയുന്നതാണത്. അതിന് ഒരു കാരണം വേണ്ടേ? നിങ്ങൾ സങ്കീർത്തനങ്ങൾ 103 3, 4, 5 വചനങ്ങൾ വായിച്ചു നോക്കിയാൽ എന്തിന് നന്ദി പറയണം എന്റെ മനമേ? നീ എന്തിന് യഹോവയ്ക്ക് നന്ദി പറയണം, എന്തിന് സ്തുതിക്കണം എന്നുള്ളതിനൊരു കാരണം പറയുന്നുണ്ട്. 6 കാര്യങ്ങളാണ് പറയുന്നത്. ദാവീദ് രാജാവ് തന്റെ അനുഭവത്തിൽ നിന്ന് 6 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത്തേത്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു എന്റെ മനമേ, എന്റെ സർവാന്തരംഗവുമേ. അവൻ നിന്റെ പാപങ്ങളെയെല്ലാം ക്ഷമിച്ചിരിക്കുന്നു, അതിനായി അവന് നന്ദി അർപ്പിക്ക് എന്നാണ് പറയുന്നത്. ചിന്തിച്ചു നോക്കൂ, ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരുണ്ടോ? പാപമെന്ന് വെച്ചാൽ പുകവലിയോ മദ്യപാനമോ വ്യഭിചാരമോ മാത്രമല്ല. നമ്മുടെ ചിന്തകളിൽ, കാഴ്ചപ്പാടിൽ, മനസ്സിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. വേദപുസ്തകത്തെ ധ്യാനിക്കാതിരിക്കുന്നത് പാപമാണ്. അതേപോലെ കർത്താവിന് ചെയ്യാനുള്ള കടമകൾ നിറവേറ്റാതിരിക്കുന്നതും പാപമാണ്. വചനമനുസരിച്ച് പെരുമാറാതിരിക്കുന്നത് പാപമാണ്. വെറുപ്പ്, വിദ്വേഷം, നീരസം, പരദൂഷണം, മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, ഇങ്ങനെ ഏതോ ഒരു പാപം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകാം. ജോലിസ്ഥലത്തോ അയൽപ്പക്കത്തോ താമസ സ്ഥലത്തോ പെട്ടെന്ന് മുൻകോപം വന്ന് പിറുപിറുത്തിട്ടുണ്ടാകാം. നമ്മൾ എല്ലാവരും പാപം നിറഞ്ഞ ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും അഭിഷേകിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില പാപക്കറകൾ പുരളാറുണ്ട്. ശരി, നമ്മൾ പാപം ചെയ്ത ഉടനെ കർത്താവ് ശിക്ഷ നൽകിയിരുന്നെങ്കിൽ എന്തായേനെ? ഈ വർഷം ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം കണക്കെടുത്ത് കർത്താവ് ശിക്ഷിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഒരാൾക്ക് പോലും നിലനിൽക്കാനാവില്ല. അപ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. ദിവസവും പോയി, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകണേ, ഞാൻ ഇതുപോലെ ഒരു തെറ്റ് ചെയ്തു പോയി, ഞാൻ ഇന്ന പോലെ ഒരു പാപം ചെയ്തു പോയി, എന്റെ ഉള്ളിൽ ഒരു ദുഷ്ചിന്തയുണ്ടായി, എന്നോട് ക്ഷമിക്കണേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ അവൻ ക്ഷമിച്ചു. ദേവാലയത്തിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ പാപം ഏറ്റുപറയാറില്ലേ? അതരം കൊണ്ട് പറഞ്ഞാൽ ക്ഷമ കിട്ടില്ല, ഹൃദയത്തിന്റെ ആഴത്തിന്ന് പറയണം. തിരുവത്താഴത്തിനായി പോകുമ്പോൾ നമ്മൾ ഏറ്റുപറഞ്ഞ് എത്ര മുട്ടിപ്പായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോഴൊക്കെ കർത്താവ് നമ്മോട് ക്ഷമിക്കാറുണ്ട്. അതായത് ഈ വർഷം നിങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം അവൻ ക്ഷമിച്ചിരിക്കുന്നു. എൻ മനമേ, നീ ചെയ്ത അക്രമങ്ങളെയെല്ലാം അവൻ ക്ഷമിച്ചിരിക്കുന്നു, അതിനാൽ നീ യഹോവയെ വാഴ്ത്തുക. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചതുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്, അതിനായി സ്തോത്രം പറയുവിൻ. 10-ാമത്തെ വചനം നോക്കൂ. അവൻ
നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ചെയ്ത പാപം നമുക്ക് ബോധ്യമായ ഉടനെ, അയ്യോ ഞാൻ തെറ്റ് ചെയ്തല്ലോ, ഞാൻ പാപം ചെയ്തല്ലോ, ഞാൻ വെറുതെ പിറുപിറുത്തല്ലോ, ദേഷ്യപ്പെട്ടല്ലോ, ഞാൻ അരുതാത്ത പലതിനായും ആഗ്രഹിച്ചുവല്ലോ, കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഉടനെ കർത്താവ് ക്ഷമിക്കുന്നതാണ്. പിന്നെ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ക്ഷമിച്ചു, അതോടെ കഴിഞ്ഞു. പാപങ്ങൾക്കൊത്തവണ്ണം അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല, നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ അതിനായി നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണം. കർത്താവേ, ഞാൻ സത്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്, അങ്ങയെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എന്നോട് ക്ഷമിക്കണേ, എന്നെ മാനസാന്തരപ്പെടാൻ ഇടയാക്കിയ അങ്ങേക്ക് സ്തോത്രം എന്നു പറഞ്ഞ് കർത്താവിന് നന്ദി അർപ്പിക്കണം. എന്റെ അകൃത്യങ്ങളെ എല്ലാം അങ്ങ് ക്ഷമിച്ചതിനായി അങ്ങേക്ക് സ്തോത്രം എന്ന് പറയുക. രണ്ടാമതായി, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഈ വർഷം എത്ര അസുഖങ്ങളാണ് നിങ്ങൾക്ക് വന്നത്? ഈ വർഷം നിങ്ങൾക്ക് ഒരസുഖവും വന്നില്ലേ? ഒരു വയറുവേദന, തലവേദന, ജലദോഷം, പനി, ഒരു ചുമ, സന്ധിവേദന, ഒരസുഖവും വന്നതേയില്ലേ? ഏതോ ഒരു അസുഖം നിങ്ങൾക്ക് വന്നില്ലേ? ആ സമയത്ത് കർത്താവ് അത് സൗഖ്യമാക്കി. അതിനായി, എന്നെ സൗഖ്യമാക്കിയതിനായി നന്ദി. എനിക്ക് അസുഖമൊന്നും വന്നില്ല, ഈ വർഷം എനിക്ക് ഒരസുഖവും വന്നില്ല, ഒരു ചെറിയ ഗുളിക പോലും എനിക്ക് കഴിക്കേണ്ടി വന്നില്ല. അസുഖം ബാധിക്കാതെ നിങ്ങളെ കാത്തില്ലേ? നിങ്ങൾക്ക് അവൻ ആരോഗ്യം തന്നില്ലേ? അതിന് നന്ദി പറയണ്ടേ? കർത്താവേ, എനിക്കൊരസുഖവും ബലഹീനതയും വരാതെ എന്നെ കാത്തില്ലേ? അങ്ങേക്ക് നന്ദി. അസുഖം വന്നപ്പോൾ എനിക്ക് സൗഖ്യം തന്നില്ലേ? അങ്ങേക്ക് നന്ദി. അങ്ങയുടെ അടിപ്പിണരുകളാൽ എന്നെ സൗഖ്യമാക്കിയില്ലേ? അങ്ങനെ അവന് നന്ദി പറയുക. അപ്പോൾ അവൻ നിങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിച്ചു. രണ്ടാമതായി, രോഗങ്ങളെയെല്ലാം സൗഖ്യമാക്കി, അതിനായി നന്ദി. മൂന്നാമതായി, 4-ാമത്തെ വചനം നോക്കൂ. സങ്കീർത്തനങ്ങൾ 103, 4-ാമത്തെ വചനം. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. നമ്മുടെ ജീവനെ രക്ഷിച്ചത് തന്നെ കർത്താവിന്റെ കൃപയാണ്. എത്ര പേരെ നമുക്കറിയാം? പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ? ബാത്റൂമിൽ തെന്നി വീണിട്ട് മരിച്ചു പോകുന്നു. അതെ, മധ്യവയസ്കർ പോലും നമ്മൾ കാണാറില്ലേ? എന്ത് സംഭവിച്ചെന്നറിയില്ല, പെട്ടെന്നൊരു മരണം. ആക്സിഡന്റിൽ മരിച്ചവരില്ലേ? നമ്മൾ എത്രയോ യാത്ര ചെയ്യാറുണ്ട്. ബസ്സിലും ട്രെയിനിലും കാറിലും പ്ലെയിനിലും പോകുമ്പോൾ എത്ര ആക്സിഡന്റ്, എത്ര മരണം, എന്തൊക്കെയാണ് കേൾക്കുന്നത് അല്ലേ? നമ്മൾ ജീവിച്ചിരിക്കുന്നത് കർത്താവിന്റെ കൃപയാണ്. അപ്പോൾ അതിനായി അവനോട് പറയുക, കർത്താവേ, എന്റെ ജീവനെ നാശത്തിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്തു. എന്റെ ജീവനെ അങ്ങ് സംരക്ഷിക്കുന്നതിനായി നന്ദി. എന്റെ മക്കളെ അങ്ങ് സംരക്ഷിച്ചതിനായി നന്ദി എന്ന് നിങ്ങൾ കർത്താവിന് നന്ദി പറയണ്ടേ? നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് കർത്താവിന്റെ കൃപ കൊണ്ടല്ലേ? രാത്രി കിടക്കുന്നവർ പലരും രാവിലെ ജീവനോടെ എഴുന്നേൽക്കുന്നില്ലല്ലോ. എത്ര മരണവാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്? അപ്പോൾ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുത്തതിനായി എൻ മനമേ, നീ യഹോവയെ വാഴ്ത്തുക എന്ന് പറയുന്നു. അടുത്ത വചനം, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. അവന്റെ കൃപ. നാം നിർമൂലമാകാതിരിക്കുന്നത് അവന്റെ കൃപ കൊണ്ടാണ്. നമുക്ക് എത്രയോ അപകടമുണ്ട്. ദുഷ്ടജനങ്ങൾ കാരണം, ദുരാത്മാവുകൾ കാരണം എത്രയോ ആപത്തുണ്ടാകാറുണ്ട്. പക്ഷേ ദൈവം നമ്മെ എല്ലാവരെയും ദയയും കരുണയും അണിയിക്കുന്നു എന്ന് പറയുന്നു. അതായത് തലയിൽ ധരിക്കാറില്ലേ ക്രൗൺ, കിരീടം അണിയിക്കുന്നു എന്ന്. സാത്താൻ നമ്മെ ആക്രമിക്കാൻ വരുമ്പോൾ, നമ്മുടെ നേർക്കൊരാപത്ത് വരുമ്പോൾ നമ്മുടെ തലയിലുള്ള കിരീടം കണ്ട് അവൻ ഭയന്നോടിപ്പോകുമെന്ന്. ദൈവത്തിന്റെ കൃപയുണ്ട്, ദൈവത്തിന്റെ കരുണ ഇവന്റെ മേലും ഇവളുടെ മേലും ഉണ്ടെന്ന് പറഞ്ഞ് ആ ആപത്ത് നമുക്ക് ദോഷം വരുത്താത്ത വിധം ദൈവത്തിന്റെ ദയയാലും കരുണയാലും നാം സംരക്ഷിക്കപ്പെടുന്നു. ആ ദയയെക്കുറിച്ചോർത്ത് നന്ദി പറയണം. കൃപ എന്ന് വെച്ചാൽ എന്താണെന്നോ? അർഹതയില്ലാത്ത ഒരുത്തന് ദൈവം നൽകുന്ന ഔദാര്യമാണ്, ദൈവം നൽകുന്ന ദയയാണ് കൃപ എന്ന് പറയുന്നത്. അതായത് അൺമെറിറ്റഡ് ലവ് ടുവേർഡ്സ് ദ സിന്നർ. അർഹതയില്ലാത്ത എന്നോട് കർത്താവ് കാണിച്ച ദയ. അതിനായി കർത്താവേ, അങ്ങേക്ക് നന്ദി എന്ന് അവന് നന്ദി പറയുക. ഞാൻ അർഹതയില്ലാത്തവനാണ്, അർഹതയില്ലാത്തവളാണ്, എങ്കിലും അങ്ങയുടെ ദയയും കാരുണ്യവും കൊണ്ട് എന്നെ സംരക്ഷിച്ചില്ലേ, നന്ദി. അങ്ങനെ നാം കർത്താവിന് നന്ദി പറയണം. അടുത്തതായി നോക്കൂ, 5-ാമത്തേത്. ഇവിടെയുള്ള 5-ാമത്തെ വചനം നോക്കൂ. നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നന്മ കൊണ്ട് നമ്മുടെ വായ്ക്ക് തൃപ്തി വരുത്തുന്നു. ഈ വർഷം യേശു നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഒരു നന്മ പോലും ചെയ്തില്ലേ? എനിക്ക് കർത്താവ് ഒരു നന്മ പോലും ചെയ്തിട്ടില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കർത്താവ് നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടില്ലേ? കഴിക്കാൻ ആഹാരം, ഉടുക്കാൻ വസ്ത്രം, പാർപ്പിടം, എന്തുമാത്രം നന്മയും അനുഗ്രഹവുമാണ് കർത്താവ് തന്നിരിക്കുന്നതെന്നറിയാമോ? പല രാജ്യങ്ങളിലും നാം കണ്ടിട്ടുണ്ട് ആഹാരം പോലുമില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ. എന്തിന്, ഇന്ത്യയിൽ പോലും രാത്രി അത്താഴം കഴിക്കാതെ ഉറങ്ങുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ട് എന്ന് ഒരു കണക്കെടുപ്പ് പറയുന്നുണ്ട്. അത് പത്രത്തിൽ വാർത്തയായിട്ടും വന്നു. സത്യമാണ്, ഇന്ത്യയിലുമുണ്ട്.
എന്തിന്, നമ്മുടെ കേരളത്തിലായാലും അതുപോലെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലുമൊക്കെയുണ്ട്. വീടും കുടിയും ഒന്നുമില്ലാതെ തെരുവിൽ കിടന്നുറങ്ങുന്നവരെ കാണാം. അതായത് പാലത്തിന് താഴെ കിടന്നുറങ്ങുന്നവർ, കടയടയ്ക്കാൻ വേണ്ടി കാത്തിരുന്ന് ആ കടകളുടെ തിണ്ണയിലും മറ്റും കിടന്നുറങ്ങുന്നവരുണ്ട്. സ്വന്തം വീടില്ല, ഇരിക്കാനൊരിടമില്ല, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല, അങ്ങനെ എത്രയോ പേർ. എന്നാൽ നിങ്ങൾക്കൊരു വീടുണ്ട്, താമസിക്കാൻ സ്ഥലം, നിങ്ങൾക്കൊരു വണ്ടിയുണ്ട്. എത്ര ബ്ലെസ്സിങ്സ് ആണ് കർത്താവ് തന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ജോലി ചെയ്യാനുള്ള ശക്തി, ജോലി ചെയ്യാനുള്ള സ്വസ്ഥത, ഇതെല്ലാം കർത്താവിന്റെ കൃപയല്ലേ, നന്മയല്ലേ അത്? അപ്പോൾ തൃപ്തികരമായ നന്മയാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. നന്മ കൊണ്ട് വായ്ക്ക് തൃപ്തി വരുത്തുന്നു. കർത്താവിന് നന്ദി പറയണം. കർത്താവേ, അങ്ങെനിക്ക് എത്രയോ നന്മകൾ ചെയ്തിട്ടുണ്ട്, അങ്ങേക്ക് നന്ദി കർത്താവേ എന്ന് പറയുക. ആ നന്മകളെക്കുറിച്ച് ഓർക്കുക. ഈ വർഷം കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മകൾ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിരിക്കുന്നു, കടബാധ്യതകളെല്ലാം തീർത്തിരിക്കുന്നു, വിവാഹകാര്യങ്ങൾ സാധ്യമാക്കി തന്നിരിക്കുന്നു, ഗർഭബലം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ വർഷം നിങ്ങൾ നേടിയ നന്മകളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുവിൻ. എണ്ണി നോക്കൂ നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം. ഓരോന്നും നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് കൗണ്ട് യുവർ ബ്ലെസ്സിംഗ് 1 by 1. കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളെയും നന്മകളെയും കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കൂ. ജനുവരി മുതൽ ഇന്ന് വരെ കർത്താവ് എനിക്ക് എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടെന്ന് എഴുതി നോക്കുക. നോട്ട്ബുക്കുകൾ മതിയാവില്ല, അത്രമാത്രം നന്മകൾ അവൻ ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയാലേ നമുക്കത് മനസ്സിലാകും. ഇന്നേ ദിവസം അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ അവന് നന്ദി പറയണം. വെറുതെ കർത്താവെ അങ്ങനെക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അതിനായി നന്ദി എന്നല്ല. ദാവീദിനെ കണ്ടില്ലേ, ഓരോന്നായിട്ട് പറഞ്ഞു. ആപത്തിൽ നിന്നും രക്ഷിച്ചു, അതിനായി നന്ദി. എന്നെ സൗഖ്യമാക്കി, അതിനായി നന്ദി. എനിക്ക് നന്മ ചെയ്തതിനായി അങ്ങേക്ക് നന്ദി. എന്നോട് ദയയും കരുണയും കാണിച്ചതിനായി അങ്ങേക്ക് നന്ദി. എന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുത്തതിന് നന്ദി. ഇങ്ങനെ ഓരോന്നായി പറഞ്ഞ് കർത്താവിന് സ്തോത്രവും നന്ദിയും പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ നിന്ന് നമ്മൾ ആത്മാർത്ഥമായി കർത്താവിന് നന്ദി പറയേണ്ടതാണ്. നമ്മൾ ആത്മാർത്ഥമായി അവന് നന്ദി പറയുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. യഹോവ എത്ര നല്ലവനാണ്, എനിക്ക് എത്ര വലിയ നന്മകളാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കും. അവസാനത്തേത് നോക്കാം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്ക വണ്ണം. നിന്റെ യൗവനം, നമ്മുടെ പ്രായം, വീണ്ടും നമ്മൾ യൗവനത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കർത്താവ് നമുക്ക് പുതിയ ബലം തരികയല്ലേ. കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം പുതിയ ബലം കിട്ടിയിട്ടില്ലേ? അതായത് യൗവനമെന്ന് പറയുന്നു. യൗവനം പോലെ നമ്മുടെ പ്രായം. അവൻ നമ്മുടെ സ്ട്രെങ്ത്, ബലം, കഴുകനെ പോലെ നമ്മുടെ ശക്തിയെ അവൻ പുതിയതാക്കി മാറ്റുന്നു. അതായത് കർത്താവിനായി കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ പുതുകി വരത്തക്ക വണ്ണം ഉണരുന്നു. യെശയ്യാവ് 40-ാം അധ്യായത്തിലെ 31-ാം വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മൾ കഴുകന്മാരെ പോലെയാണെന്ന്. നമ്മൾ വിചാരിക്കും 60 വയസ്സായി റിട്ടയർഡ് ആയല്ലോ, ഇനി എന്ത് ചെയ്യാനാ, റിട്ടയർ ആയല്ലോ, ഇനി അസുഖങ്ങൾ വരാൻ തുടങ്ങും, ശരീരം ബലഹീനമാകും, ആരും നമ്മളെ വകവെക്കില്ല, കർത്താവ് എപ്പോഴാ വിളിക്കുക എന്ന് പലരും വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. പുതിയ ശക്തി ദൈവം നിങ്ങൾക്ക് തരും, പുതിയ സ്ട്രെങ്ത് തരും. നിങ്ങളുടെ ശരീരത്തിന് പുതിയ ആരോഗ്യം നൽകും. അവനത് സാധ്യമാണ്. അതുപോലെ ധാരാളം പേർക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ. 60 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു യുവാവിനെ പോലെ ബ്രിസ്ക് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? ഒരു പുതിയ ശക്തിയുള്ളവർ. അതേപോലെയാണ് പലരും പറയാറുണ്ട്, ഈ പ്രായത്തിലും ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നല്ലോ ബ്രദർ എന്ന്. അതായത് 68 വയസ്സിലും 30 വയസ്സിൽ ഞാൻ ചെയ്തതിനേക്കാളും 2 ഇരട്ടി 3 ഇരട്ടി ശുശ്രൂഷ ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. അന്നത്തെക്കാളും ഇപ്പോഴാണ് അധികം ശുശ്രൂഷ ചെയ്യുന്നത്. കൂടുതൽ അധ്വാനിക്കുന്നു, കൂടുതൽ പ്രയത്നിക്കുന്നു. തളർച്ചയില്ല, ബലഹീനതയില്ല, അസുഖങ്ങളില്ല. പുതിയ ശക്തി കർത്താവ് തന്നിരിക്കുന്നു. പലരും ചോദിക്കും, നിങ്ങളെന്താ ഇരുമ്പ് മനുഷ്യനാണോ, ഇതുപോലെ ഇത്ര ബ്രിസ്കായിട്ട് ശുശ്രൂഷ ചെയ്യുന്നല്ലോ എന്നൊക്കെ. എവിടുന്നാണ് ആ ശക്തി കിട്ടുന്നത്? കർത്താവിനായി കാത്തിരിക്കണം. അവന്റെ പാദപീഠത്തിൽ കാത്തിരുന്ന് വചനം ധ്യാനിച്ച്, കർത്താവിന്റെ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങും. ശരീരത്തിനൊരു പുതിയ ശക്തി ലഭിക്കും. അപ്പോൾ പ്രായമായെന്നൊന്നും നമുക്ക് തോന്നുകയില്ല. ഇനിയും യേശുവിന് വേണ്ടി പ്രവർത്തിക്കണം, യേശുവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുണ്ടാകും. ആ ഒരു ശക്തി നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആ അനുഗ്രഹം നൽകുന്നത് യഹോവയാണ്. അതാണ് ദാവീദ് പറയുന്നത്, കഴുകനെ പോലെ വീണ്ടും എന്റെ പ്രായം യൗവനം പോലെയായി തീരുന്നു. കണ്ടില്ലേ, പുതിയ ശക്തി അവൻ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ നമ്മൾ കർത്താവിനെ സ്തുതിക്കേണ്ടതല്ലേ? നമുക്ക് സ്തുതിക്കാം. നാം കർത്താവിനെ ആദ്യം വാഴ്ത്താൻ പോവുകയാണ്. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയണം. കർത്താവേ, ഈ വർഷം മുഴുവനും എന്നെ അത്ഭുതകരമായി അങ്ങ് വഴി നയിച്ചു കൊണ്ടുവന്നിരിക്കുന്നു.
എന്റെ പാപങ്ങളെയെല്ലാം അങ്ങ് ക്ഷമിച്ചില്ലേ, അതിനായി സ്തോത്രം. എന്റെ പാപത്തിനായി അങ്ങ് എന്നെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോയേനെ. പക്ഷെ എനിക്കത് ബോധ്യമാക്കി തന്ന് എന്നോട് ക്ഷമിച്ച് എന്നെ സ്വീകരിച്ചില്ലേ, പുതിയ ഹൃദയം നൽകിയില്ലേ, സ്തോത്രം. എന്നോട് ക്ഷമിച്ചതിനായി സ്തോത്രം, എന്നെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. പറയൂ, അങ്ങയുടെ കൃപയാലും കരുണയാലും എനിക്ക് കിരീടമണിയിച്ചില്ലേ, അതിനായി സ്തോത്രം. നന്മയിലൂടെ എന്നെ തൃപ്തിപ്പെടുത്തിയില്ലേ, അതിനായി നന്ദി. എന്തൊക്കെ നന്മകളാണെന്ന് അവനോട് പറയൂ. എനിക്ക് വീട് തന്നില്ലേ, അതിനായി നന്ദി. വിവാഹം നടത്തി തന്നതിനായി നന്ദി. ഗർഭഫലം തന്നതിനായി നന്ദി. ജോലി തന്നതിനായി നന്ദി. എനിക്ക് പ്രമോഷൻ വാങ്ങി തന്നതിനായി നന്ദി. എന്റെ ബിസിനസിനെ അനുഗ്രഹിച്ചതിനായി നന്ദി. കർത്താവേ, എനിക്ക് നന്മയരുളി പുതിയ ബലം എനിക്ക് നൽകിയിരിക്കുന്നു. ഞാൻ വീണ്ടും യൗവന പ്രായത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സ്തോത്രം, നന്ദി, നന്ദി കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുകയാണ് പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിപാടിയിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. ആമേൻ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.